ഒരു വിഷയം. 300-ലേറെ ഫ്ലൈറ്റുകളാണ് യുവമാരുടെ കീഴിലുള്ളത് റദ്ദാക്കിയിരിക്കുന്നത്. അതും ഒരു വിവരം, ഒരു ഐഡിയ പോലും തരാതെയാണ് ഇവന്മാർ എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്, അറിയിച്ചിട്ടുണ്ടെന്ന് പോലും. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരെ അനുകൂലിച്ചൊക്കെയാണ് പല അതിലെ സെന്റൻസ് എഴുതിയിരിക്കുന്നത്. ഇവന്മാരൊക്കെ മനുഷ്യത്വമുള്ളവന്മാരാണോ? എന്തുമാത്രം ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ റീൽസ് പല വീഡിയോസ് കാണിക്കുന്നത്. അതിലൊരെണ്ണം ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാം. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. പിതാവിന്റെ ചിതാഭസ്മവുമായി യുവതി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഇവന്മാർക്കൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ ഈ ശാപം ഏൽക്കുന്നത്? പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ശാപം കൊണ്ടാൽ എന്താ? പൈസയുടെ മുകളിൽ ഒരു പരുന്തും പറക്കിയല്ലെന്നുള്ള കാര്യമാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ തകർന്നടിഞ്ഞ് മണ്ണിൽ അലിഞ്ഞാ പോലും പുഴുക്കൾ പോലും തിന്നാൻ മടിക്കും. അതുപോലെ വൃത്തികെട്ട ജാതിയല്ലേ ഇവന്മാര് കാണിക്കുന്നത്? എന്തുമാത്രം സങ്കടകരമായ വീഡിയോസ് ആണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. ഇതിപ്പോ ഏതേലും കാലത്ത് നഷ്ടപരിഹാരം എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഏതേലും കാലത്ത് ഇവർ തരുവാണെങ്കിലും ഈ കണ്ടീഷനിൽ വരുമ്പോൾ മറ്റൊരു എയർലൈൻസിന്റെ പൈസ ഒരിക്കലും ഈ ഇൻഡിഗോക്കാര് തരത്തില്ല. കാരണം ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക. ഇൻഡിഗോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞു 9:55, അത് പിന്നെ 11 മണിയായി, 12 4 മണിയായപ്പോൾ വെളുപ്പിന് ഈ 4 മണിയായപ്പോൾ അവർ പറയാം ഫ്ലൈറ്റ് ക്യാൻസലായി പൊക്കോളാൻ. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിൽ പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസ് അടക്കം സ്വാമിമാരുണ്ട്. ഇവരൊക്കെ അത്രയും ദൂരത്ത് ഇനി പോകേണ്ട ആൾക്കാരാണ്. ഇവരൊന്നും പറയുന്നില്ല. ഇവർ ഫ്ലൈറ്റ് ഇവർ ആൾക്കാരെ പിടിച്ചിരുത്തുക. ഇവരെന്ത് ന്യായം ഇതിനകത്ത് പറയുന്നത്? ഇവർക്ക് ഇന്നലെ പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ എത്തേണ്ടവരാണ്, അവിടെ ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതാണ്. ഞങ്ങൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇന്നലെ പോയില്ലായിരുന്നു. 7 മണിക്കൂർക്ക് പറഞ്ഞുവിടായിരുന്നു. അപ്പം ഡിലേ എന്ന് പറഞ്ഞു വെച്ചിട്ട് വെളുപ്പിന് 4 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. എന്നിട്ടോ ഇനി ഇതുപോലെ തന്നെ ആവർത്തിക്കും. എന്ത് ചെയ്യാനാ? ഇതിന്റെ സപ്പോർട്ട് ചെയ്ത് പൊളിറ്റിക്സ്. ഈ വിഷയം വന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദിയോ അതോ അമിത്ഷായോ ഏത് പൊളിറ്റിക്സ്, കോൺഗ്രസ് ആണെങ്കിലും ഏതെങ്കിലും ഒരാള് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ അലിഗേഷനോ അല്ലെങ്കിൽ ഇതിന്റെ അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് എവിടെയെങ്കിലും കണ്ടോ? ന്യൂസിലോ എവിടെയെങ്കിലും നമ്മൾ കേട്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുവാണെങ്കിലും ഇത് അനുഭവിക്കുന്ന സങ്കടം അവര് അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിടാലോ. അതുപോലെ